മോൻ ക്ലിനിക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ആഗോലി വാങ്ങിച്ചു. ആഗോലി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ 3/4 കിലോ ആഗോലി ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിലേക്കൊരു 300 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 6 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ മൊരിയിച്ചെടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. 7 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ വെളുത്തുള്ളിയും എടുത്ത് ചതച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മിൽമ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അത് ഇട്ട് കൊടുക്കാം. കൂടെ തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ മൊരിയിച്ച് മാറ്റിയെടുത്ത് വെച്ച് നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ പുതിനയും മല്ലിച്ചപ്പും വിതറി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീനിൽ നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് 20 മിനിറ്റ് മസാല തേച്ച് വെച്ചതാണ് ഈ മീൻ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ അരി വേവിച്ചെടുക്കാം. പട്ടയും ഗ്രാമ്പും ഏലക്കയും 3 ടേബിൾ സ്പൂൺ നെയ്യ് കുക്കറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വാട്ടിയെടുത്ത് അതിനുശേഷം അതിലേക്ക് കുറച്ച് സവാളയും എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കുക്കർ മൂടി വെച്ച് നമുക്കൊരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ അരി വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം എടുക്കേണ്ടത് എത്രയാണോ അരി അതേ അളവിലാണ്. ഇപ്പുറത്തെ അടുപ്പിൽ ഫിഷ് ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മസാലയിലേക്ക് കുറച്ച് പുതിന, മല്ലിച്ചപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓരോ ലെയറുകളായിട്ട് മൂപ്പിച്ചെടുത്ത ഉള്ളിയും പുതിന, മല്ലിച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം അടപ്പ് വെച്ച് മൂടി ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആഗോലി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് നോമ്പ് തുറന്നു.